ഒടുവിൽ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മമ്മൂക്കയുടെ ബസൂക്ക റിലീസ് തീയതി പുറത്തുവിട്ടു. ഏപ്രിൽ 10-നാണ് ഫെസ്റ്റിവൽ മൂവിയായി ബസൂക്ക തിയേറ്ററുകളിൽ എത്തുന്നത്. ലോകമെങ്ങും ഒന്നിച്ചാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക. മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലിഷ് ലുക്കിലൂടെയാണ് റിലീസ് തീയതി പുറത്തുവിട്ടത്. റിലീസ് തീയതി പുറത്തു വന്നതോടെ മമ്മൂട്ടി ആരാധകർ ആവേശത്തിലാണ്. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്ക് കൂടി പുറത്തായപ്പോൾ മമ്മൂട്ടി ആരാധകർ അതിരിവിടുകയാണ്. എമ്പുരാൻ എന്ന ചിത്രത്തോട് മല്ലിടാൻ ബസൂക്കയ്ക്ക് കഴിയുമെന്ന് തന്നെയാണ് ഈ ഒരു പോസ്റ്റർ തെളിയിക്കുന്നത്. ഒരു വിന്റേജ് കാറും അതിൽ ഗെറ്റപ്പായി ബ്ലാക്ക് സൂട്ട് അണിഞ്ഞ് മമ്മൂക്കയും. എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി വന്നതോടെ മോഹൻലാൽ ആരാധകർ ആവേശത്തിലായിരുന്നു. എന്നാൽ മമ്മൂട്ടിയുടേതായി ഒരു ചിത്രമില്ലാത്തതിന്റെ നിരാശ മമ്മൂട്ടി ആരാധകർക്കും ഉണ്ടായിരുന്നു. ആ ഒരു നിരാശ ഇപ്പോൾ തീർന്നിരിക്കുന്നു ബസൂക്കയുടെ റിലീസ് ഡേറ്റ് വന്നതോടുകൂടി. അതിലുപരി ബസൂക്കയിലെ മമ്മൂട്ടിയുടെ ലുക്കും ബസൂക്കയുടെ കഥയും അത് തന്നെയാണ് മമ്മൂട്ടി ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്നത്. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ജേണറിലാണ് ബസൂക്ക അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2.5 കൊല്ലത്തിനു മേലെയായി ഈ ചിത്രത്തിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫെബ്രുവരി 14 ആദ്യം റിലീസ് ചെയ്ത് നിശ്ചയിച്ചത്. എന്നാൽ ചിത്രത്തിന്റെ ചില വർക്കുകൾ തീരാത്തതിനാൽ ഡേറ്റ് മാറ്റുകയായിരുന്നു. കൂടാതെ പ്രൊമോഷൻ വർക്കിന് വേണ്ടത്ര സമയം ലഭിക്കാത്തതും ഡേറ്റ് മാറ്റാൻ ഒരു കാരണമാകാം. മമ്മൂട്ടി സിനിമകൾക്കും മമ്മൂട്ടി നിർമ്മിക്കുന്ന സിനിമകൾക്കും വേണ്ടത്ര പ്രൊമോഷൻ വർക്കുകൾ ഇല്ലാതെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്ന എന്ന ആക്ഷേപം മമ്മൂട്ടി ആരാധകർക്കും മലയാള സിനിമാ പ്രേക്ഷകർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി 2 മാസത്തോളം സമയമുണ്ട് റിലീസ് ചെയ്യാൻ. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ മികച്ച രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകളാണ് ബസൂക്കയ്ക്ക് വേണ്ടി അണിയറയിൽ ഒരുക്കുന്നത്. ഇത്രമാത്രം സ്റ്റൈലിഷ് ലുക്കിലുള്ള മമ്മൂട്ടിയുടെ ചിത്രം, മലയാള സിനിമയിൽ ഇതുവരെ വരാത്ത ഒരു വേറിട്ട കഥാപാത്രം. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള പ്രൊമോഷൻ വർക്ക് നടത്തി അടിപൊളിയായി തന്നെയാണ് ചിത്രം തിയേറ്ററിൽ എത്തിക്കാൻ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത്. ഉടനെ തന്നെ ചിത്രത്തിന്റെ ട്രെയിലറും പുറത്തു വരും. അതോടെ ചിത്രത്തിന്റെ ഹൈപ്പ് ഒരു പക്ഷേ എമ്പുരാനോളം തന്നെ ഉയർന്നു വരും. നിങ്ങളൊരു മമ്മൂട്ടി ഫാനാണോ അതല്ലെങ്കിൽ മോഹൻലാൽ ഫാനാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ബസൂക്കയോ എമ്പുരാനോ ഏത് ചിത്രമായിരിക്കും ഫെസ്റ്റിവൽ സീസണിൽ തിളങ്ങി നിൽക്കുക?